അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കി തരുന്ന എല്ലാ അവസരങ്ങളെയും പദവിയെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് വളരെ വേഗത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയബോധത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം ഒരു ദൂതും ആലോചനകളും ദൈവം ഒരു വാഴ്ത്തത്വവും കൈമാറുമ്പോൾ അത് കേൾക്കുന്ന കേൾവിക്കാരന്, അല്ലെങ്കിൽ എന്നോടൊരു ദൂത് ദൈവം കൈമാറുമ്പോൾ, ആലോചന കൈമാറുമ്പോൾ, എൻ്റെ സാഹചര്യമോ എൻ്റെ പരിമിതിയോ എൻ്റെ ചുറ്റുപാടോ, ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട അവസ്ഥയോ സാഹചര്യമോ, ഞാനിപ്പോൾ നിൽക്കുന്നത് എങ്ങനെയെന്നോ, ഇതൊന്നും ദൈവത്തിന് വിഷയമുള്ള കാര്യമല്ല. ദൈവം നാം ജനിക്കുന്നതിന് മുൻപ് നമ്മുടെ മാതാപിതാക്കന്മാരോടൊരു ദൂത് കൈമാറിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരോടൊരു ദൂത് കൈമാറിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ അപ്പോഴായിരിക്കുന്ന പശ്ചാത്തലമൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവം അത് സമയബന്ധിതമായിട്ട് അത് നിവർത്തീകരിക്കുന്ന നല്ലൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രിയരെ, നമ്മോട് ദൈവം ഒരു ദൂത് കൈമാറിയാൽ അത് സംഭവിച്ചിരിക്കും. ഒരാലോചന നമ്മളോട് ദൈവം കൈമാറിയാൽ അത് സംഭവിച്ചിരിക്കും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അതൊക്കെ നടക്കുമോ, നടക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയബോധത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എൻ്റെ പക്കൽ കർത്താവ് നൽകി തന്ന വചനഭാഗം ഇതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 15-ാമത് അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാണ് കർത്താവിൻ്റെ പക്കൽ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട വചനഭാഗം. ആ വാക്യം ഇപ്രകാരമാണ്: ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. സ്തോത്രം. നല്ല വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ പ്രിയ പിതാവേ, നല്ല വചനത്തിനായി സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള ദൂതിനാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണം. ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വിവിധ വിഷയങ്ങളുടെ നടുവിൽ, വലിയ ഭാരങ്ങളുടെ നടുവിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ വചനത്തിലൂടെ ഓരോ വ്യക്തികളോടും സ്വർഗത്തിലെ ദൈവം ഇടപെടുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ വചനത്തിൻ്റെ പ്രത്യേകത, എത്ര പേര് ഏതൊക്കെ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ചാലും അവരോടൊക്കെയും വ്യക്തിപരമായി അങ്ങ് സംസാരിക്കുന്ന അങ്ങയുടെ വചനം ഈ നിമിഷവും എല്ലാ പ്രിയപ്പെട്ടവരോടും വ്യക്തിപരമായി സംസാരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അടിയനെ ബലപ്പെടുത്തുമാറാകണം. സ്വർഗം പ്രാർത്ഥനകൾക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവർത്തി കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. വായിക്കപ്പെട്ട വചനഭാഗം ഇതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആ പുസ്തകത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും എഴുത്തുകാരനായിരിക്കുന്ന യോഹന്നാൻ യേശു ക്രിസ്തുവിനെ സാക്ഷാൽ ദൈവമായി യോഹന്നാൻ്റെ ഈ സുവിശേഷ പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായി വരച്ച് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന് കഴിയാത്ത, ഒരു മനുഷ്യൻ്റെ ചിന്ത കൊണ്ട്, വിചാരം കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത, സകലത്തിൻ്റെ മേലും കർത്തൃത്വം നടത്താൻ കഴിവുള്ള, കരുത്തുള്ള, സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞാനിയുമായിരിക്കുന്ന ദൈവത്തെ സാക്ഷാൽ യോഹന്നാൻ ഇവിടെ വരച്ച് കാണിച്ചിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ദൈവമാണ്, അതാണ് അതിൻ്റെ പ്രമേയം. അങ്ങനെയാണെങ്കിൽ ദൈവമായിരിക്കുന്ന നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ, ദൈവമായിരിക്കുന്ന സർവശക്തനെ കാണുവാൻ, ദൈവമായിരിക്കുന്ന സർവ്വവ്യാപിയെ കാണുവാൻ, ദൈവമായിരിക്കുന്ന സർവ്വജ്ഞാനിയെ ആരാധിപ്പാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നെങ്കിൽ പ്രിയരെ, അത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 15-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം ഇപ്രകാരം പറയുന്നു: ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. 2-ാമത്തെ വാക്യത്തിൽ ചേർത്ത് കാണുന്നു: എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ അധികം ഫലം കായ്ക്കേണ്ടത് വേണ്ടി നീ ലാസ്റ്റ് കാണുകയാണ്, ചെത്തി വെടിപ്പാക്കുന്നു. ചേർത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ചിലതിനെ നീക്കിക്കളയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വചനഭാഗത്തിലേക്ക് നമ്മുടെ വിലയേറിയ ശ്രദ്ധയൊന്ന് തിരിക്കാം. ഇവിടെ മുന്തിരിവള്ളിയെപ്പറ്റി ഒട്ടനവധി കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. മുന്തിരിവള്ളി എന്താണ്? മുന്തിരിവള്ളി, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് പറയുമ്പോൾ, എൻ്റെ പിതാവ് തോട്ടക്കാരൻ എന്ന് പറയുമ്പോൾ അവിടെ അതിനെപ്പറ്റി അതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാകും. ചേർത്ത് പറയുകയാണ്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ എന്ത് ചെയ്യുന്നു? നീക്കിക്കളയുന്നു. കായ്ക്കുന്നത് അല്പം കൂടെ ഫലം, അധികമായി ഫലം ലഭിക്കുന്നതിന് വേണ്ടി അതിനെ ചെത്തി വെടിപ്പാക്കുന്നു. എന്താണ് എൻ്റെ ആത്മീയ അർത്ഥം? മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിനെ വേലി കെട്ടിയാണ് അതിനെ എപ്പോഴും സംരക്ഷിക്കുന്നത്. മറ്റേ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, കുറുക്കന്മാർ അതിൻ്റെ ഫലത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് വേണ്ടി അതിനെ വേലി കെട്ടി സംരക്ഷിക്കുന്നു. ആ ഭാഗത്തേക്ക് ഞാൻ ഒത്തിരി സമയമെടുക്കുന്നില്ല. അപ്പോൾ മുന്തിരിവള്ളി അല്ലെങ്കിൽ മുന്തിരിയുടെ ഫലം അല്ലെങ്കിൽ മുന്തിരിത്തോട്ടം, അതിന് വേലി കെട്ടി അതിന് വേണ്ടുന്ന സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ അത് തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുന്തിരിത്തോട്ടത്തിനെ വേലി കെട്ടി സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. 2, അതിൻ്റെ ആത്മീയ അർത്ഥത്തിലേക്ക് പോകുമ്പോൾ, മുന്തിരിയുടെ ഫലം അത് പെട്ടെന്നൊന്നും ഒരു സുപ്രഭാതം കൊണ്ട് എന്ത് ചെയ്യത്തില്ല, കാണാൻ കഴിയത്തില്ല.
മുന്തിരിയാണോ അതിന് ഫലമുണ്ട്, മുന്തിരിയാണോ അതിൻ്റെ ഫലത്തിന് ക്വാളിറ്റിയുണ്ട്, മുന്തിരിയാണോ അതിന് നല്ലൊരു ഫലമുണ്ട്. പക്ഷേ വേഗത്തിൽ അതിൻ്റെ ഫലത്തെ വേഗത്തിൽ നമുക്ക് എടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇവിടെ ഈ വചനത്തിൽ പറഞ്ഞേക്കുന്നത് പ്രകാരമാണ്. രണ്ടാമത്തെ വാക്യത്തിൽ കാണുക, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളെ എന്ത് ചെയ്യുന്നു? നീക്കിക്കളയുന്നു. അപ്പോൾ കായ്ക്കാത്ത കൊമ്പ് നീക്കിക്കളയുന്നു എന്ന് പറയുമ്പോൾ അത് കായ്ക്കണമെന്നുള്ള ഈ ആഗ്രഹത്തോടു കൂടി ആ മുന്തിരിയുടെ ആ തോട്ടക്കാരൻ അതിനെ മുന്തിരിയെ ഇത് കായ്ക്കും, ഇന്ന് കായ്ക്കും, നാളെ കായ്ക്കും, ചില ദിവസം കഴിയുമ്പോൾ കായ്ക്കും, ഇതിൽ നിന്ന് ഫലം കിട്ടുമെന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടും ആവേശത്തോടും കൂടി അതിൻ്റെ ഉടയോൻ അതിനെ മാക്സിമം എത്രത്തോളം കെയർ ചെയ്യാൻ കഴിയുമോ, അതിന് എത്രത്തോളം വെള്ളവും വളവും കൊടുത്ത് സംരക്ഷിക്കാൻ കഴിയുമോ അത്രത്തോളം പരിപാവനമായിട്ട് സംരക്ഷിക്കും. ഇതിൻ്റെ ഉടയോൻ്റെ ഉദ്ദേശം ഇതൊന്നും നശിച്ചു പോകരുത്, ഒന്നും നശിക്കാൻ പാടില്ല. ഇതാണ് ഉടയോൻ്റെ ആഗ്രഹം. പക്ഷേ ചിലത് കായ്ക്കാതെ വരുമ്പോൾ, പ്രതീക്ഷിച്ച ഫലം ലഭിക്കാതെ വരുമ്പോൾ അതിനെ കാണുന്നു, അതിനെ നീക്കിക്കളയുമെന്നാണ് വചനത്തിൽ പറയുന്നത്. അപ്പോൾ തന്നെ കാണുകയാണ്, കായ്ക്കുമെന്നുള്ളതിനെ അല്ലെങ്കിൽ കായ്ക്കുമെന്ന് ഉടയോൻ ഉറപ്പുള്ളതിനെ അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? അതിനെ ചെത്തി വീണ്ടും വീണ്ടും വെടിപ്പുള്ളതാക്കി മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ദൂതിൻ്റെ ഈ സന്ദേശത്തിൻ്റെ ഒരു തലക്കെട്ട് ഇപ്രകാരം തുടക്കത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിൻ്റെ കരം അനേകർക്ക് അനുഗ്രഹമാകുമെന്നൊരു ടൈറ്റിലാണ് കർത്താവ് എനിക്ക് നൽകി തന്നത്. നിൻ്റെ കരം അനേകർക്ക് അനുഗ്രഹമാകും. അപ്പോൾ ഈ മുന്തിരിവല്ലിയിലേക്ക് നമുക്ക് ശ്രദ്ധയൊന്ന് തിരിക്കാം. അവിടെ കാണുകയാണ്, ഉടയോൻ അതിനെ ചെത്തി വെടിപ്പാക്കുന്നു, ചിലതിനെ ചെത്തി നീക്കിക്കളയുന്നു. എന്താണ് എൻ്റെ അർത്ഥം? പ്രതീക്ഷയുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഫലം കായ്ക്കുമെന്ന വലിയൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഫലമില്ലാതെ വരുമ്പോൾ ഉടയോൻ അതിനെ ചെത്തി നീക്കം ചെയ്യുന്നു. എന്നാൽ അതേ മുന്തിരിവള്ളിയിൽ തന്നെ കായ്ക്കുമെന്ന എക്സ്പെക്റ്റേഷൻ അല്ലെ പ്രതീക്ഷയുള്ള മുന്തിരിയുടെ കൊമ്പുകളെ ഉടയോൻ വീണ്ടും വീണ്ടും ചെത്തി അതിനെ എന്ത് ചെയ്യുന്നു? വെടിപ്പാക്കി അതിൽ നിന്ന് നല്ല ഫലം കായ്ക്കുന്നതിന് വേണ്ടി അതിനെ ചെത്തി ഒരുക്കുന്നു. അപ്പോൾ തന്നെ മുന്തിരിയുടെ കൃഷിയെപ്പറ്റിയൊക്കെ നമുക്കറിയാം, അത് ഒത്തിരി അധ്വാനമുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ അതിന് സമയത്ത് വെള്ളം കൊടുക്കണം, വളം കൊടുക്കണം. അതൊക്കെയാണെങ്കിലും ഉടയോൻ ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിക്കുന്നത് ഇത്രമാത്രം വില കൊടുത്ത് വെയിലെന്ന് നോക്കാതെ മഴയെന്ന് നോക്കാതെ ഈ തോട്ടത്തിൻ്റെ തോട്ടക്കാരൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥൻ ഇതിനെ പരിപാവനമായിട്ട് പാലിക്കുന്നതിൻ്റെ അർത്ഥം ഇതിനെല്ലാം ചെത്തി തീയിലിട്ട് ചുട്ടുകളയാൻ വേണ്ടിയല്ല, മറിച്ച് നല്ലൊരു ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ രാത്രിയിലും പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. നിന്നിലൂടെ കർത്താവ് നല്ലൊരു ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. പലപ്പോഴും വെട്ടി ചെത്തിയെടുത്ത് അതിനെ തീക്കിരയാക്കി കത്തിച്ച് കളയേണ്ട സമയം പലപ്പോഴും അതിക്രമിച്ചപ്പോഴും എൻ്റെ ഉടയോൻ വിചാരിച്ചൊരു കാര്യമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ നീ നല്ല ഫലമുള്ളതായിട്ട് നീ പുറത്തു വരും, ഇന്നല്ലെങ്കിൽ നാളെ നിന്നിലൊരു നല്ല റിസൾട്ട് വരും. അതുകൊണ്ടാണ് പലപ്പോഴും കളയേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ നല്ലൊരു ഫലമുണ്ടാകുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഉടയോൻ ഇന്നും ഈ തോട്ടത്തിനകത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വ്യക്തമാക്കി പറയുന്നു, ഇന്നല്ലെങ്കിൽ നാളെ നിന്നിലൂടെ ഒരു ഫലം പുറത്തു വരുമെന്ന് ഉടയോന് ഉത്തമമായിട്ടുള്ളൊരു ബോധ്യമുണ്ട്. അതുകൊണ്ട് പ്രിയരെ, ഈ ദൂത് കേൾക്കുമ്പോൾ ഓർക്കുക, ഞാൻ വേണ്ടുന്ന മാത്രം ഫലം കായ്ക്കുന്നുണ്ടോ? ഈ തോട്ടത്തിൻ്റെ നടുവിൽ എന്നെ പാർപ്പിച്ചിരിക്കുമ്പോൾ, ഈ തോട്ടത്തിൻ്റെ നടുവിൽ എന്നെ നട്ടു നനച്ചിരിക്കുമ്പോൾ എന്നിൽ നല്ല ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് ഈ നിമിഷം നമ്മൾ ഓരോരുത്തരും ശോധന ചെയ്യേണ്ട സമയം ഒത്തിരി അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉടയോൻ്റെ ആഗ്രഹം ഇതൊന്നും നശിച്ചു പോകരുത്, ഒരു ഇല പോലും വാടിപ്പോകരുത്, ഒരു കൊമ്പ് പോലും നശിച്ചു പോകരുത്. എൻ്റെ പ്രതീക്ഷയ്ക്കപ്പുറമായിട്ട് ഒരു നല്ല ഫലം വേണം. അതാണ് ഉടയോൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഫലമില്ലാത്തതിനെ ഉടയോൻ അവിടെ നിന്നും ചെത്തിക്കളയുന്നു അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നു എന്ന് കാണുന്നു. അപ്പോൾ കായ്ക്കാത്ത കൊമ്പുകൾ നീക്കം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിലൂടെ പഴയ നിയമത്തിൻ്റെ ചില ഭാഗങ്ങളിലൂടെ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ശക്തമായിട്ട് ആലോചന കൊടുത്ത് നിയോഗം കൊടുത്ത് ദൈവം തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഉടയോൻ തോട്ടത്തിലാക്കി വെച്ച ചിലർ ഉപയോഗമില്ലാതെ വന്നപ്പോൾ കാര്യങ്ങളെ കാര്യമായി കാണാതെ ഗൗരവത്തിൽ അതിനെ എടുക്കാതെ അതിനെയെല്ലാം ഒരു ചെറിയ കാര്യമായിട്ട് കണ്ടതുകൊണ്ട് തോട്ടത്തിനകത്ത് നല്ല ഫലം കായ്ക്കേണ്ട പലതിനെയും ഉടയോൻ തോട്ടത്തിന് പുറത്തേക്ക് പറിച്ച് വലിച്ചെറിഞ്ഞത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, 1 ശമൂവേലിന്റെ പുസ്തകം അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു നല്ലൊരു മനുഷ്യനെ കാണുന്നുണ്ട്. പേര് കീശിൻ്റെ മകനായിരിക്കുന്ന ശൗൽ എന്ന് പറയും. 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുകയാണ്, ഈ ശൗൽ എന്ന് പറയുന്ന മനുഷ്യനെ ജനമെല്ലാം ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ വേണം. പ്രവാചകനും ന്യായപാലകനും പുരോഹിതനൊക്കെ ആയിരിക്കുന്ന ശമൂവേൽ പ്രവാചകൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുക, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട് ഭരിക്കാനായിട്ട് ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. അപ്പോൾ ഏലി പുരോഹിതൻ്റെ ചരിത്രമൊക്കെ നോക്കി അറിയാം, അവിടെ കുറേ ഇൻസിഡൻറ്റുകളുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. എങ്കിലും
ഇവിടെ ജനത്തിൻ്റെ ആവശ്യപ്രകാരം ഇവർക്കൊരു രാജാവിനെ വേണമെന്നുള്ള ഒരു അഭ്യർത്ഥന, അതിനെ ദൈവം അങ്ങ് കൈക്കൊണ്ടു. പ്രിയരെ, നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കത് കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ നൽകി തന്നേ മതിയാകൂ എന്നല്ല, മറിച്ച് ദൈവമേ ഇങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ദൈവമേ അങ്ങയ്ക്കൊരു ഹിതമുണ്ട്, അത് മാത്രമേ എന്നിൽ സംഭവിക്കാവൂ. എന്നെ ഈ തോട്ടത്തിനകത്ത് അങ്ങ് ആക്കി വച്ചിരിക്കുമ്പോൾ എന്നിൽ കായ്ക്കേണ്ട ഫലം കായ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അങ്ങനെ ഒന്നുകൂടെ ശോധന ചെയ്യണമേ. ഇല്ലെങ്കിൽ എവിടെയാണോ കുറവ് അതങ്ങൊന്ന് നികത്തിയിട്ട് അങ്ങനെ ഒന്ന് പ്രയോജനപ്പെടുത്തി എടുക്കണമെന്ന് ഈ രാത്രിയിൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഈ സമയത്ത് ഞാൻ വീണ്ടും നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. ഈ കീശിൻ്റെ മകനായിരിക്കുന്ന ശൗല് തൻ്റെ അപ്പൻ്റെ കഴുതകൾ കാണാതെ പോയി, നഷ്ടമായി പോയതറിഞ്ഞുകൊണ്ട് ഒരു ബാല്യക്കാരനുമൊത്ത് ഇവരിതിനെ അന്വേഷിച്ച് ഇറങ്ങിത്തിരിച്ചു. സമയമൊത്തിരി കടന്നുപോയപ്പോഴും ഇവരിവരുടെ കഴുതകളെ കണ്ടുകിട്ടിയില്ല. അപ്പോൾ ബാല്യക്കാരൻ പറഞ്ഞു, അവിടെ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ ആ പ്രവാചകൻ ഒന്ന് പ്രാർത്ഥിച്ചാൽ ഈ കാര്യം എവിടെയാണ്, നമുക്ക് നഷ്ടമായത് എവിടെയാണെന്ന് അത് ആ പ്രവാചകൻ പറഞ്ഞു തരും. പ്രിയരെ, ജീവിതത്തിൽ ചില നഷ്ടങ്ങളും കഷ്ടങ്ങളും ചില ശോധനകളും വരുന്നത് അത് ഒന്നുകൂടി ദൈവസ്ഥലിൽ ഇരുത്തി പ്രാർത്ഥിച്ചാൽ അറിയാം, അതിൻ്റെ പിന്നിൽ ദൈവത്തിന് വളരെ വ്യക്തമായിട്ടൊരു ഉദ്ദേശമുണ്ട്. ഒരിക്കലും ഒരു നഷ്ടവും ഒരിടത്തും സംഭവിക്കത്തില്ല. ദൈവം അറിഞ്ഞ് ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില ദൈവ പദ്ധതിയുണ്ട്. ഇവിടെ കാണുകയാണ്, ഈ തങ്ങളുടെ കഴുതയെ കാണാതെ പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇറങ്ങിത്തിരിച്ച് ചെല്ലുമ്പോൾ ദൈവാത്മാവ് നേരത്തെ കുട്ടി പ്രവാചകനോട് സംസാരിച്ചു, നിന്റെ അടുക്കൽ ഞാൻ എന്ത് ചെയ്യും, ഒരുവനെ പറഞ്ഞയക്കും, അവനെ നീ എന്ത് ചെയ്യണം, ഇസ്രയേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണമെന്ന്. പ്രിയരെ, ഈ ദൂത് കേൾക്കുമ്പോൾ, ഈ വചനഭാഗം ശ്രദ്ധിക്കുമ്പോൾ, ഇതിൻ്റെ നടുവിൽ ഇരുന്നു കൊണ്ട് കേൾക്കുന്ന ചിലരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ചില നഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ആ നഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തെ മുഴുവനും അടിമുടി തകർത്തല്ലോ കർത്താവേ, ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് ഭാരത്തോടെ ഇരിക്കുന്നവരോട് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുക. ആ കഷ്ടതയുടെ, ആ നഷ്ടത്തിൻ്റെ, ആ ശോധനയുടെ നടുവിൽ ദൈവത്തിന് വളരെ പ്രത്യേകമായിട്ടുള്ള, അല്ലെങ്കിൽ ദൈവത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചിന്ത, ദൈവത്തിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്നെപ്പറ്റി ചിന്തയില്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ പറ്റി വിചാരമില്ലാതിരുന്നിട്ടല്ല. ഈ കഷ്ടത എന്തിനാണോ വന്നിരിക്കുന്നത്, ആ കഷ്ടതയ്ക്കപ്പുറമായിട്ട് ദൈവത്തിന് വളരെ വ്യക്തമായിട്ടൊരു പദ്ധതി അത് നിങ്ങളിലുണ്ട്. അതുകൊണ്ട് എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? കർത്താവേ, ഈ കഷ്ടതയുടെ നടുവിൽ, ഈ ശോധനയുടെ നടുവിൽ അങ്ങനെ പറ്റി എന്താണോ ആഗ്രഹിക്കുന്നത്, അങ്ങനെ പറ്റി എന്താണോ ആഗ്രഹിക്കുന്നത്, അത് തന്നെ എൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് ഈ നിമിഷം എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? പ്രിയരെ, അവിടെ ഒരു വലിയ നഷ്ടം കണ്ടുകൊണ്ട് ഈ മകൻ ഇറങ്ങിത്തിരിക്കുക. കീശ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല, ധനികനാ. തൻ്റെ മകനെ വേണം മാറ്റി നിർത്തിയിട്ട് വേണം മറ്റുള്ള ജോലിക്കാരെ പറഞ്ഞു വിടാം. പക്ഷേ തൻ്റെ മകൻ തന്നെ അതിനെ അന്വേഷിച്ചിറങ്ങുക, മകനെ തന്നെ പറഞ്ഞയക്കണം. അപ്പോൾ അതിനെ കാണാതെ പോയി കഴിഞ്ഞപ്പോഴേക്കും അവർ പ്രവാചകൻ്റെ അടുക്കൽ വരുമ്പോൾ, ഒരു വലിയ അന്വേഷണത്തിൻ്റെ നടുവിൽ അവർ പ്രവാചകൻ്റെ അടുക്കൽ വന്ന പ്രവാചകൻ കറക്റ്റ് പറഞ്ഞു, നീ എന്ത് ചെയ്യോ, തിരിച്ചു പോകുന്ന വഴി അതിനെ കാണും. അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞു. ഇവിടെ ഈ പ്രവാചകൻ്റെ അടുക്കൽ ഈ ശൗല് എത്തണമെന്നുള്ളത് അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം, ഈ കഴുതയെ കാണാതെ പോയതും അവരത്രയും സമയം അന്വേഷിച്ച് മടുത്തിട്ടും അതിനെ കണ്ടെത്താതിരുന്നതും ലാസ്റ്റ് ഒരു ഗത്യന്തരവും ഇല്ലാതെ വന്നപ്പോൾ പ്രവാചകൻ്റെ അടുക്കൽ ചെന്നതെന്തെന്ന് കൂട്ടി വായിച്ചാൽ നമുക്കറിയാം, അത് ദൈവത്തിൻ്റെ ഈ ഒരു പദ്ധതിയാണ്. ഇസ്രയേലിനൊരു രാജാവ് വേണമെങ്കിൽ ആ രാജാവ് ഈ ശൗല് തന്നെ ആയിരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു കഴുതയെ നഷ്ടപ്പെടണം. അതിനെ അന്വേഷിച്ച് എത്ര നടന്നാലും അതിനെ കണ്ടെത്തരുത്. കണ്ടെത്താതെ ഈ പ്രവാചകന്റെ അടുക്കൽ വരണമെന്നുള്ളത് അത് ദൈവത്തിന്റെ ഒരു പദ്ധതി തന്നെയാണ്. കാര്യം മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പ്രതിസന്ധി എന്തുകൊണ്ടാണ് കുഞ്ഞെ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നീ ദൈവത്തോട് അല്പം കൂടി അടുക്കേണ്ടതിന് വേണ്ടി ദൈവസ്ഥനിൽ എന്തൊക്കെയോ നിന്റെ മേലുള്ള ദൈവിക വാഴ്ത്തത്വങ്ങൾ നിവർത്തീകരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ചില ശോധനയുടെ, ചില നഷ്ടത്തിൻ്റെ, ചില നഷ്ടക്കണക്കുകളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴേ ചില ദൈവപ്രവൃത്തി അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരികയുള്ളൂ എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ നീ പോലും അറിയാത്ത സമയത്ത് ഇതുപോലെയൊരു ശോധന കടന്നു വന്നത്, ഇതുപോലെയൊരു കഷ്ടത ജീവിതത്തിൽ കടന്നു വന്നതിന് പിൻപിൽ ദൈവത്തിന് വളരെ വ്യക്തമായി ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ചോദിക്കുന്ന ദൈവമേ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ശോധന വന്നത്? എന്തുകൊണ്ടാണ് ദൈവമേ ഇങ്ങനെയൊരു കഷ്ടത വന്നത്? എന്തുകൊണ്ടാണ് ദൈവമേ ഈ പ്രതികൂലത്തിന്റെ നടുവിൽ, ഈ രോഗത്തിന്റെ നടുവിൽ, ഈ കഷ്ടതയുടെ നടുവിൽ അങ്ങക്ക് എന്താണോ ഉദ്ദേശമുള്ളത് അത് അടിയനോട് വ്യക്തിപരമായി അങ്ങൊന്ന് ഈ രാത്രിയിൽ സംസാരിക്കണമെന്ന് എത്ര പേർക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയും? അവരോട് പരിശുദ്ധാത്മാവിൽ വ്യക്തമായി പറയുന്നു, ഈ കഷ്ടതയുടെ നടുവിൽ, ഈ ചെങ്കടലിന്റെ നടുവിൽ, ഈ കെരീത്തിന്റെ നടുവിൽ നിനക്ക് വേണ്ടി ദൈവം കരമയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ദൈവം പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എത്ര പേർക്ക് ഈ ദൂതേറ്റെടുത്ത് ആമേൻ പറയാൻ കഴിയും? അപ്പോൾ ഈ ഒരു നഷ്ടമാണ് പ്രവാചകന്റെ അടുക്കൽ ഇസ്രയേലിൻ്റെ ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു രാജാവിനെ അവിടെ എത്തിക്കാൻ, അവിടെ കണ്ടെത്താൻ, അല്ലെങ്കിൽ മുഖാമുഖമൊന്ന് കാണാനായിട്ട് അവസരമൊരുക്കുന്നത് ചോദിച്ചാൽ ഈ കഴുതയെ നഷ്ടപ്പെട്ടതാണ്. കഴുതയെ നഷ്ടപ്പെട്ടെങ്കിൽ അവർ അത്രയും അന്വേഷിച്ചിട്ട് അത് പോയെങ്കിൽ പോട്ടെന്ന് വെക്കണം. അത്രമാത്രം സമ്പത്തുള്ള മനുഷ്യനാണ്. പക്ഷേ ഇതിനെ തപ്പി കണ്ടുപിടിച്ചിട്ടേ പോകത്തുള്ളൂ എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇറങ്ങിത്തിരിച്ചെങ്കിൽ
ആ നഷ്ടം ഒരു നഷ്ടമായിട്ട് വേണേൽ തള്ളാം. പക്ഷേ ആ നഷ്ടത്തിൻ്റെ നടുവിൽ അല്ലെങ്കിൽ അതിനെ കണ്ടെത്തുമ്പോൾ എന്തൊക്കെയോ സംതിങ് ഡിഫറൻ്റ് ആയിട്ട് സംഭവിക്കുന്നുള്ളത് അതൊരു ദൈവ പദ്ധതിയാണ്. ഇവർക്കിത് എത്ര കൂട്ടി വായിച്ചാലും മനസ്സിലാകത്തില്ല. ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ നടന്ന ചില ഇൻസിഡൻറ്റുകൾ നമ്മൾ എത്രത്തോളം പുറകോട്ട് ചിന്തിച്ചൊന്ന് വായിച്ചാലും ദൈവമേ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനൊരു കഷ്ടത, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ പോകുന്നത്? ഞാൻ നല്ലപോലെ പഠിക്കുന്നൊരു കുഞ്ഞായിരുന്നല്ലോ, എന്നിട്ടും എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു കഷ്ടതയിലൂടെ ആയിപ്പോയല്ലോ, ഒരു നല്ല ജോലി പോലും കിട്ടാതെ ഇങ്ങനെ ഞാൻ വലഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഇങ്ങനത്തെ ഒരു കുടുംബജീവിതമാണോ, ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തായിപ്പോയല്ലോ എന്നൊക്കെ ഈ രാത്രിയിലും ചോദിക്കുന്നവരോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, ദൈവത്തിന് എന്തോ സംതിങ് ഡിഫറൻ്റ് ആയിട്ട് നിന്നിൽ ചെയ്യാനുണ്ട്. ഈ കഷ്ടതയും ഈ ശോധനയും ഈ നഷ്ടത്തിൻ്റെ കണക്കുകൾ നിരത്തി വെക്കുമ്പോൾ അല്പകാലം കഴിയുമ്പോൾ തിരിച്ചറിയും ആ ശോധനയും ആ കഷ്ടതയും അതിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറാൻ കാരണം ആ കഷ്ടത അന്ന് സംഭവിച്ചത് കൊണ്ടാണെന്ന് തിരിച്ചറിയുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല. അങ്ങനെ ഇസ്രയേലിൻ്റെ രാജാവായിട്ട് വന്നു ആര്? ശൗല്. പക്ഷേ കാലം കഴിയുമ്പോഴത്തേക്കും അമാലേക്യരുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ നടുവിൽ യഹോവയായ ദൈവം കൽപ്പിച്ചു, നീ അവിടെ നിന്നൊന്നും എടുക്കാൻ പോകരുത്, ഒന്നും തൊടണ്ട, ഒന്നും എടുക്കണ്ട കൽപ്പിച്ചു. പക്ഷേ ദൈവം കൽപ്പിച്ച കൽപ്പനയെ വളരെ നിസാരവൽക്കരിച്ച് കണ്ട ഈ മനുഷ്യൻ്റെ വാഴ്ച, അല്ലെങ്കിൽ 30-ാമത്തെ വയസ്സിൽ ശൗൽ സിംഹാസനത്തിൽ പ്രവേശിച്ചെങ്കിൽ, രാജാവായെങ്കിൽ 2 വർഷം കഴിയുമ്പോഴേക്കും തൻ്റെ സിംഹാസനം തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. കാര്യം എന്താ? ദൈവം പറഞ്ഞു വിട്ട കാര്യങ്ങൾ, ദൈവം ഉദ്ദേശിച്ചതുപോലെ ദൈവം ആ തോട്ടത്തിലേക്ക് തെരഞ്ഞെടുത്ത് അവിടെ ഫലപുഷ്ടമുള്ള ആയിട്ടുള്ള മണ്ണിൽ നട്ട് കഴിഞ്ഞപ്പോൾ ദൈവം ഉദ്ദേശിച്ച അല്ലെങ്കിൽ തോട്ടക്കാരൻ ഉദ്ദേശിച്ച ഒരു ഫലം കായ്ക്കാതെ വന്നപ്പോൾ ആ കൊമ്പിനെ വെട്ടി അതിന് നേരെ പുറത്തേക്ക് എറിയുന്നതാണ് കാണുന്നത്. എന്തെന്ന് ചോദിച്ചാൽ പ്രിയരെ, ഈ തോട്ടത്തിൻ്റെ നടുവിൽ ദൈവം നമ്മളെ നട്ടിരിക്കുന്നത്, ഈ തോട്ടത്തിൻ്റെ നടുവിൽ നമ്മളെ ആക്കിയിരിക്കുന്നത്, ഈ ദേശത്ത്, ഈ കുടുംബത്ത്, ഈ രാജ്യത്തിൽ, ഈ പട്ടണത്തിൽ, ഇവിടെ നമ്മളെ ഓരോരുത്തരെയും ദൈവം ഓരോ സ്ഥാനത്താക്കിയതിൻ്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ, നീ അവിടെ നല്ല ഫലമുള്ളവനായിരിക്കണം, നല്ല ഫലമുള്ളവനായിരിക്കണം. ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, നിന്നെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷേ അവിടെ ഫലം കായ്ക്കാതെ വരുമ്പോൾ ദൈവം അല്പം കാലം നോക്കും, അല്പകാലം ഈ തോട്ടക്കാരൻ നമ്മളെ പരീക്ഷിക്കും, കുറേ കാലം നമുക്ക് വേണ്ടി കാത്തിരിക്കും. എന്നിട്ടൊന്നും റിസൾട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ചെത്തി അത് പുറത്തേക്ക് വലിച്ചെറിയും. ഒത്തിരി കാര്യം അവിടെ പറയാനുണ്ടെങ്കിലും വേഗത്തിൽ ഓടിപ്പോകാം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു മനുഷ്യനാണ് ശിംശോൻ. ദൈവം വലിയ ഫലം ആ മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തുടരുത്, കാണരുത്, എടുക്കരുത്, അങ്ങനെയുള്ള കുറേ കൽപ്പനകളൊക്കെ കൊടുത്ത് എന്തോ ഒരു ജനനമായിരുന്നു ശിംശോൻ്റെ. എന്തോ പേരും പ്രതാപത്തോടു കൂടി ആ മനുഷ്യനെങ്കിൽ ജനിച്ച് വളർന്നു വന്നത്. പക്ഷേ എത്രമാത്രം ശക്തമായിട്ടുള്ള ദൈവിക വാഗ്ദത്തം ശിരസിൽ വഹിച്ച് യാത്ര ചെയ്ത മനുഷ്യനാണ്. പക്ഷേ ആ ദൈവം ആക്കി വച്ചിരുന്ന അല്ലെങ്കിൽ ഉടയോൻ ആക്കി വച്ചിരുന്ന തോട്ടത്തിനകത്ത് വിശ്വസ്തയോടുകൂടി നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ തോട്ടത്തിനകത്തു നിന്നും ഉടയോൻ അതിനെ പറിച്ചു വലിച്ചെറിഞ്ഞു. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, ദൈവം എല്ലാവരെ പറ്റിയും വ്യക്തമായിട്ടൊരു പ്ലാനും പർപ്പസും നമ്മുടെ കർത്താവിനുണ്ട്. നമ്മുടെ സാഹചര്യം എന്താണോ, നമ്മുടെ അവസ്ഥ എന്താണോ, അതൊന്നുമല്ല ദൈവത്തിന് വിഷയം. ശിംശോനെ നോക്കിയാൽ അറിയാം, ശിംശോനെ പോലെ ഇത്രയും ശക്തമായൊരു കഥാപാത്രം പഴയ നിയമത്തിൽ ഉണ്ടാകത്തില്ല. കാരണം എന്താ? വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തുടരുതെന്നൊക്കെ പറഞ്ഞ് ശിംശോന്റെ മേലുള്ള ദൈവിക വാഗ്ദത്തം പോലെ ആരുടെ മേല അത്രയും ഒരു ദൈവിക വാഗ്ദത്തം ഉണ്ടായിരുന്നത്? പക്ഷേ അതിനെയെല്ലാം ലാഘവത്തോടുകൂടി കാണാൻ തുടങ്ങിയപ്പോൾ, ദൈവം ഉദ്ദേശിച്ച ഫലം തന്നിൽ കാണാതെ വന്നപ്പോൾ, അല്പകാലം കൂടെ നോക്കി ഫലമുണ്ടാകും, അല്പകാലം കൂടെ പ്രതീക്ഷിച്ചു ഫലമുണ്ടാകും, അല്പകാലം കൂടെ ദൈവം വിചാരിച്ചു ഉണ്ടാകും. പക്ഷേ ഉദ്ദേശിച്ചതുപോലെ വ്യക്തമായൊരു ഫലമില്ലാതെ വന്നപ്പോൾ അതിനെ പറിച്ചു കളഞ്ഞു, പിന്നെ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്ക്, ദൈവം എന്താണോ ഉദ്ദേശിച്ചത്, 1-ാമത്തെ വാക്യത്തിൽ അതാണ് നമ്മൾ കണ്ടത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 1-ാമത്തെ വാക്യത്തിൽ അതാണ് കണ്ടത്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും കാര്യത്തിനകത്ത് എന്ത് ചെയ്യുന്നില്ല? ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്, പക്ഷേ അതിലേക്കൊന്നും പോകുന്നില്ല. കായ്ക്കുമെന്ന് ഭയങ്കര പ്രതീക്ഷയായിരുന്നു, പക്ഷേ ഫലമില്ലാതെ വന്നപ്പോഴേക്കും അതിന് രണ്ടിനെയും എന്ത് ചെയ്തു? തോട്ടത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇനി 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? കായ്ക്കുമെന്ന് പ്രതീക്ഷയുള്ളതിനെ, ഫലം തരുമെന്ന് പ്രതീക്ഷയുള്ളതിനെ വീണ്ടും ശോധനയിലൂടെ കടത്തിവിടുന്നു, വീണ്ടും പണിതെടുക്കുന്നു, വീണ്ടും ചെത്തി വെടിപ്പാക്കുന്നു. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ആ ചെത്തി വെടിപ്പാക്കുന്ന ഓരോ പ്രാവശ്യവും ചെത്തി വെടിപ്പാക്കുമ്പോൾ ഉടയോനൊരു ഉദ്ദേശമുണ്ട്. ഇതിനകത്ത് നല്ലൊരു ഫലമുണ്ടാകണം, എന്നിൽ നല്ലൊരു ഫലം കായ്ക്കണമെന്ന് ഉടയോനൊരു ഉദ്ദേശമുള്ളത് കൊണ്ടാണ് എന്നെ പലപ്പോഴും ചെത്തി വെടിപ്പാക്കുന്നത്. അതിൻ്റെ അർത്ഥത്തിലേക്ക് വേണമെങ്കിൽ പോകാം. യോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യോസഫിനെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ആ യോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ നല്ല മനുഷ്യനാണ്. പക്ഷേ തനിക്ക് ദൈവം കൊടുത്ത ഒരു നല്ല ദർശനവും
നല്ലൊരു വെളിപ്പാടും നല്ലൊരു കാഴ്ചപ്പാടൊക്കെ നമ്മളവിടെ കാണുക. 37-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബിൻ്റെ മകനായ യോസഫിൻ്റെ ആ ജനനവും 12 മക്കളിൽ ഏറ്റവും ഇളയവനായി യോസഫ് ജനിച്ചു. തന്നെ ഏറ്റവും അധികം ആര് സ്നേഹിച്ചു? പിതാവ് സ്നേഹിച്ചു. അങ്ങനെ യോസഫിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ യോസഫ് ചില ദർശനങ്ങൾ കാണുകയാണ്. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും വണങ്ങുന്ന ഈ ഒരു കാഴ്ച താൻ കണ്ടിട്ട് ഇതിനെപ്പറ്റി എല്ലാം ഒന്ന് താൻ തൻ്റെ സഹോദരന്മാരോടൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. അത് തൻ്റെ ജീവിതത്തിൽ നമ്മൾ മാനുഷികമായിട്ട് നോക്കുമ്പോൾ ഒരു വലിയ പരാജയമായിട്ടത് മാറുകയാണ്, ഭയങ്കര പരാജയമായിട്ട് മാറുകയാണ്. പക്ഷേ എൻ്റെ പ്രിയരെ, യോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടു പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ എന്നൊക്കെ പറയുമ്പോൾ അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ തന്നെ യോസഫ് അവിടുത്തെ ഏറ്റവും വലിയ സിംഹാസനത്തിലിരിക്കുമ്പോൾ ആ ഈ സിംഹാസനത്തിലിരിക്കുന്ന യോസഫിനോട് ചെന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിലും ചോദിക്കാം, അങ്ങ് ഈ സിംഹാസനത്തിൽ ഇപ്പോൾ വന്നിരിക്കുമ്പോൾ അങ്ങയുടെ പേരും പ്രതാപവും പ്രൗഢിയൊക്കെയും കാണാൻ കൊള്ളാം, അങ്ങയെപ്പറ്റി കേൾക്കാൻ കൊള്ളാം, എന്തൊരു പ്രതാപമാ, അങ്ങയുടെ സിംഹാസനം കൊള്ളാലോ എന്നൊക്കെ യോസഫിനോട് നമ്മൾ പുകഴ്ത്തി 2 കാര്യങ്ങൾ പറയുമ്പോൾ യോസഫ് പറയും, ഞാനിവിടെ വരാൻ കാരണം ചില കാര്യങ്ങളാണ്. ഞാനിവിടെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചു എന്ന് പറയുന്ന പലതും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് യോസഫ് പറയും. ചുമ്മാ ഒന്ന് വെറുതെ ഒന്ന് വേഗത്തിൽ നോക്കാം. സഹോദരന്മാർ തൻ്റെ അങ്കി ഊരി മാറ്റി തന്നെ പൊട്ടക്കിണറ്റിലേക്കിട്ടോ. ആ പൊട്ടക്കിണറിനകത്ത് സാധാരണഗതിയിൽ ഇസ്മായിലി കച്ചവടക്കാരതിൽ വരാൻ സാധ്യതയില്ല. ഞാനിതിൻ്റെ ചരിത്രം പഠിച്ചപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയില്ല. അവിടെ ഒത്തിരി പൊട്ടക്കിണറുകളുണ്ട്. ഈ പൊട്ടക്കിണറിനകത്ത് വീഴപ്പെട്ട് അല്ലെങ്കിൽ അതിനെ സഹോദരന്മാർ മനഃപൂർവ്വമായി ഇട്ട് കളഞ്ഞു. അതിൽ ചിലർ വന്ന് അവനെ കളയണ്ട എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും കൊല്ലാമെന്ന് പറഞ്ഞപ്പോഴും മൂത്ത ജ്യേഷ്ഠനൊന്നും സമ്മതിച്ചില്ല. കാര്യമൊക്കെ ശരിയാ, പക്ഷേ ഇവനെ പൊട്ടക്കിണറിനകത്ത് ഇട്ട് കളഞ്ഞു. അപ്പോൾ അവനെ കടന്ന് ഇഞ്ചിഞ്ചായി മരിക്കണമെന്നുള്ളതായിരുന്നു മറ്റുള്ളവരുടെ ഒരു ഉദ്ദേശം. ആയിക്കൊള്ളട്ടെ, പക്ഷേ ഞാൻ പറയും, യോസഫിൻ്റെ വാഗ്ദത്ത നിവർത്തീകരണത്തിൻ്റെ ആദ്യപടി എവിടെയെന്ന് ചോദിച്ചാൽ ആ പൊട്ടക്കിണറ്റിനകത്ത് എപ്പോൾ വീണോ അപ്പോഴാണ് യോസഫിൻ്റെ മേലുള്ള വാഗ്ദത്തം ഓരോ സ്റ്റെപ്പ് നിവർത്തീകരിക്കാൻ തുടങ്ങിയത്. കാര്യമെന്തെന്ന് ചോദിച്ചാൽ ഈ പൊട്ടക്കിണറ്റിനകത്ത് ഇടാനായിട്ട് ആൾ വേണം. അയ്യോ, അത് സഹോദരന്മാരായി പോയല്ലോ. അല്ല, ഇത് ഈ പൊട്ടക്കിണറ്റിനകത്തേക്ക് അല്ലെങ്കിൽ യോസഫ് സിംഹാസനത്തിലിരിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പറയും, എൻ്റെ സഹോദരന്മാരോട് എനിക്ക് ഒത്തിരി കടപ്പാടുണ്ട്. കാരണം ഞാൻ ഈ സിംഹാസനത്തിലിരിക്കാനായിട്ട് ഏക കാരണം ആരാണെന്ന് ചോദിച്ചാൽ അവർ തന്നെയാണ്. കാര്യം എന്താ, ഇവിടെ വീണ് കഴിഞ്ഞപ്പോൾ യോസഫിന് വലിയ നിരാശയൊന്നും ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വാഗ്ദത്തമുള്ളവൻ്റെ ക്വാളിറ്റിയാണ്, ദർശനമുള്ളവൻ്റെ ക്വാളിറ്റിയാണ്, വിളിയും തിരഞ്ഞെടുപ്പും വളരെ വ്യക്തമായവൻ്റെ ക്വാളിറ്റിയാണ്. വിളിയും തിരഞ്ഞെടുപ്പും വളരെ വ്യക്തമായി തിരിച്ചറിയപ്പെട്ടവന് ഏത് പ്രതികൂലം വന്നാലും, ഏത് പൊട്ടക്കിണർ വന്നാലും, ഏത് ചെങ്കടൽ വന്നാലും, ഏത് കെരീത്ത് വന്നാലും, ഏത് മരുഭൂമി വന്നാലും അവനറിയാം ഞാൻ എവിടെ നിൽക്കേണ്ടവനാ, ഞാൻ എവിടെ എത്തേണ്ടവനാ. ഈ പൊട്ടക്കിണർ എൻ്റെ അവസാനമല്ല, ഈ ചെങ്കടൽ എൻ്റെ അവസാനമല്ല, ഈ മരുഭൂമി എൻ്റെ അവസാനമല്ലെന്ന് വിളിയും തെരഞ്ഞെടുപ്പും വ്യക്തമായി തിരിച്ചറിഞ്ഞവനറിയാം, ഈ പ്രതിസന്ധി എന്നെ മുക്കിക്കളയത്തില്ല, ഇതെന്നെ തകർത്ത് കളയത്തില്ല. ഈ നിമിഷവും പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, ഈ പൊട്ടക്കിണർ കുഞ്ഞ് നിന്നെ തകർത്ത് കളയത്തില്ല. ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങളുടെ കുടുംബം അകപ്പെട്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിന് വളരെ വ്യക്തമായിട്ടൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ചോദിച്ച കർത്താവേ, എന്താണ് അങ്ങക്ക് ഇതിൻ്റെ നടുവിലുള്ള പദ്ധതി? എന്താണ് ഈ രോഗത്തിൻ്റെ നടുവിൽ, ഈ കടഭാരത്തിൻ്റെ നടുവിൽ, എൻ്റെ ഈ ജോലി നഷ്ടപ്പെട്ട വിഷയത്തിനകത്ത് അങ്ങക്ക് എന്താ ദൈവമേ അങ്ങക്ക് പദ്ധതിയുള്ളതെന്ന് ഒരു നിമിഷം ദൈവസന്നിധിയിൽ ചോദിക്കുക. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജോലി അങ്ങ് നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ട് 5-6 മാസം വീട്ടിൽ വന്നിരുന്നു. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, എന്ത് പറ്റി? ഇതിന് ആൾക്കാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായി. എങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യും? പുറത്തിറങ്ങാതായി, ആകെ നിരാശനായി. പക്ഷേ അവൻ ആകെ നിരാശനായിരുന്ന സമയത്ത് അവന് പെട്ടെന്ന് വേറൊരു വഴി തുറന്നു. ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്ത തരത്തിൽ ഒരു വഴി ആ കുഞ്ഞിനങ്ങ് തുറന്നു കൊടുത്തു. പിന്നീട് അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അന്ന് ആ സമയത്ത് അവിടെ നിന്ന് അങ്ങനെ ഒരു ജോലി നഷ്ടമായില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇന്നീ കാണപ്പെടുന്ന ഈ ഭൗതിക തലത്തിന്മേലാണെങ്കിലും ഈ ദൈവം പറഞ്ഞ് ഈ വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റത്തില്ലായിരുന്നു. അവിടെ ഞാൻ നിന്നാൽ അത് സേഫ് സോണായിട്ട് തുറന്നുകൊണ്ടിരിക്കും. പക്ഷേ അവിടുന്ന് ദൈവം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ പോലും അറിയാതെ എന്നെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്ത് വിട്ടതിൻ്റെ ഉദ്ദേശം ഇപ്പോഴാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതെന്ന് അവൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ ചിലരോട് പറയാം, ജോലി നഷ്ടപ്പെട്ടു എന്നോർത്ത് ഭാരത്തോടെ ഇരിക്കുന്നവരോട് ഈ നിമിഷം ഞാൻ വിളിച്ചു പറയുക, അതിൻ്റെ പിന്നിൽ ദൈവത്തിന് വളരെ വ്യക്തമായിട്ടൊരു ഉദ്ദേശമുണ്ട്. ഒന്നും ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. ദൈവസനെ കരയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ കഷ്ടതയിൽ നിന്ന് കഷ്ടതയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ കഷ്ടതയുടെ നടുവിൽ നിന്നെ കരം പിടിച്ചുയർത്താൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞെ, നിനക്ക് ഏർപ്പെട്ടി അല്ലെങ്കിൽ നിന്നെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് വിഷയമായിക്കൊള്ളട്ടെ അതിന് നടുവെ പറ, കർത്താവേ
അങ്ങയ്ക്കൊരു ഉദ്ദേശമുണ്ട്. ഈ പൊട്ടക്കിണറിൻ്റെ അവസാനമല്ല, ഇതെൻ്റെ ചുവടുവയ്പ. ഈ ജോലി നഷ്ടപ്പെട്ടത് അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടതല്ല. ഈ കടഭാരം എൻ്റെ ജീവിതത്തിൽ എന്നേക്കും ഒരു കടഭാരമല്ല. ഈ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ എന്നും ഒരു പ്രതിസന്ധിയല്ല, മറിച്ച് ഇതൊരു ചുവടുവയ്പ്പാണെന്ന് എത്ര പേർക്ക് ഈ നിമിഷം ആമേൻ പറഞ്ഞുകൊണ്ട് അത് ഊതേറ്റെടുക്കാൻ കഴിയും? അവിടെ കാണുക, ആ പൊട്ടക്കിണറിനകത്ത് വീഴുകയും ഇസ്മായേലിയ കച്ചവടക്കാർ അതിലെ വരികയും. സാധാരണഗതിയിൽ 30 വെള്ളിക്കാശിനാണ് ഒരു അടിമയെ വിൽക്കുന്നത്. പക്ഷേ 30 വെള്ളിക്കാശ് പോലും അല്ല, 20 വെള്ളിക്കാശിനാണ് ഈ മനുഷ്യനെ വിൽക്കുന്നത്. ഒരു അടിമയ്ക്കുള്ള വില പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ നോക്ക്, ഈ സാധാരണഗതിയിൽ ബാർഗൈൻ ചെയ്ത് 30 വെള്ളിക്കാശെങ്കിലും മിനിമം മേടിക്കണം. കാരണം ഇവൻ 10-20 വയസ്സ് പ്രായമുള്ളൊരു കൊച്ചു, നല്ല യൗവനക്കാരനാണ്. ആ സമയത്ത് ബാർഗൈൻ ചെയ്താൽ വില കൂടുതൽ കിട്ടും. പക്ഷേ അതൊന്നും അവിടെ നടക്കുന്നില്ല. എങ്ങനെങ്കിലും ഇസ്മായേലി കച്ചവടക്കാരുടെ കയ്യിൽ എന്ത് ചെയ്യണം? യോസഫ് ചെല്ലണം. അത്രയുള്ള അവിടുത്തെ ഉദ്ദേശം. ഈ പൊട്ടക്കിണറിനകത്ത് വീണതോ 20 വെള്ളിക്കാശല്ല 30 കിട്ടണമെന്ന് പറഞ്ഞ് ബാർഗൈൻ ചെയ്യാത്തതിൻ്റെ എല്ലാം പിന്നിലുള്ള ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അതൊരു ദൈവപ്രവൃത്തിയുടെ വാഴ്ത്തത്വ നിവർത്തീകരണത്തിൻ്റെ ഒരു സ്റ്റെപ്പ് തന്നെയാണ്. കാരണം എന്താ? ഇവരുടെ കയ്യിൽ ചെന്നെങ്കിലും താൻ ചെല്ലേണ്ട സ്ഥലം എവിടെയാണോ അവിടെ ചെല്ലത്തുള്ളൂ. അപ്പോഴും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, യോസഫ് ആരോടും പിറുപിറുത്തിട്ടില്ല. യോസഫിന് പകയില്ലായിരുന്നു. കാരണം എന്താ? വെളിപ്പാടുള്ളവന്, ദർശനമുള്ളവന്, ദൈവിക വാഴ്ത്തത്വം തിരിച്ചറിയാനവന് ആരോടും പിണകിയിരിക്കാൻ കഴിയത്തില്ല. അവിടെ ചെന്നപ്പോഴും സ്വന്തം സഹോദരന്മാരെ പറ്റിയുള്ള ചിന്ത തന്നെ എന്ത് ചെയ്തു? വല്ലാതെ ഭരിച്ചുകൊണ്ടിരുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ വീണ്ടും കാണുന്നുണ്ട്, ഇവിടെ അങ്ങനെ ഇസ്മായിലെ കച്ചവടക്കാരുടെ കയ്യിൽ ചെല്ലുന്നു. അപ്രതീക്ഷിതമായിട്ട് പൊത്തിപ്പറിൻ്റെ ഭവനത്തിൽ ചെല്ലുന്നു. വചനത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും ഞാൻ ഇന്ന് ഞാനിന്ന് വചനം ധ്യാനിച്ചപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ഒരുപക്ഷെങ്കിൽ പൊത്തിപ്പറിൻ്റെ ഭാര്യ ആയിരിക്കാം പൊത്തിപ്പറിനോട് പറഞ്ഞത്, അവൻ മാന്യനാ, അവൻ കൊള്ളാവുന്നവനാ, അവൻ വിശ്വസ്തനാ പറഞ്ഞിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു സ്ഥാനത്ത് കയറി പറ്റണമെങ്കിൽ, ഇത്രയും വിശ്വസ്തനായി മാറണമെങ്കിൽ സംഭവിച്ചതൊന്നും നഷ്ടമല്ല കുഞ്ഞെ. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അറിയാതെയല്ല. ദൈവത്തിനെ പ്രാർത്ഥിക്കുകയും കരയുകയും ദൈവത്തിനെ നിലവിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചില ഇൻസിഡൻറ്റുകൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നാം ചിന്തിക്കുന്നതിനപ്പുറം, നമ്മുടെ വിചാരങ്ങൾക്കപ്പുറം ദൈവത്തിന് അസാധാരണമായൊരു പദ്ധതി നമ്മളെക്കുറിച്ചുണ്ട്. അത് മറന്നു പോകരുത്. അവിടെ പൊത്തിപ്പറിൻ്റെ ഭവനത്തിൽ ആ കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ, ആ കാരാഗ്രഹത്തിൽ കടക്കുന്ന നിമിഷത്തിൽ ഒത്തിരി വേദനയുടെ നടുവിലൂടെയാണ് പോയത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരിക്കലും ചെയ്യാത്തൊരു തെറ്റ് കാരണം ഇവിടെ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. കൂടെ എത്രയോ ദിവസം ഒന്നിച്ച് താമസിച്ച പാനപാത്രവാഹകൻ താൻ കണ്ട ദർശനത്തിനും അതും വ്യാഖ്യാനിച്ചു കൊടുത്തു. നീ വേഗത്തിൽ ജോലിയിൽ പ്രവേശിക്കും. അവിടെ ചെന്ന് കഴിയുമ്പോൾ പറഞ്ഞു, അച്ചാച്ചനെ ഞാൻ എന്ത് ചെയ്യത്തില്ല, ഒരു കാരണവശാലും മറന്നു കളയത്തില്ല. യോസഫിനോട് മറുപടി പറഞ്ഞതാ, അച്ചാൻ ഈ കാര്യം പറഞ്ഞതുകൊണ്ടും എനിക്ക് അങ്ങനെ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞാൽ അച്ചാനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആദ്യം ഓർക്കും, ഞാൻ മറന്നു കളയത്തില്ല. ഇത് യോസഫിനോട് 100 പ്രാവശ്യം ആണായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പാനപാത്രവാഹകൻ അവിടെ ചെല്ലുമ്പോൾ ഓർക്കാൻ സാധ്യത കൂടുതലാണ്, കാരണം ഒന്നിച്ച് താമസിച്ചവരാ. പക്ഷേ പാനപാത്രവാഹകൻ ഞാൻ മനസ്സിലാക്കിയത് അവിടെ ചെന്നപ്പോൾ ആദ്യം മറന്നത് ആരെയാ? യോസഫിനെ തന്നെയാണ്. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, ഈ പാനപാത്രവാഹകൻ യോസഫിനെ ഓർത്തിരുന്നിട്ട് അവിടെ ചെന്ന് ഭർവൻ്റെ അല്ലെങ്കിൽ അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ഈ യോസഫ് ഈ കാരാഗ്രഹത്തിൽ നിന്നും ഈ പാനപാത്രവാഹകൻ മുഖാന്തരം അവിടെ നിന്ന് പുറത്തിറങ്ങി വന്നാൽ ഏറ്റവും വലിയ ശത്രു ആരായി മാറുമെന്ന് ചോദിച്ചാൽ ഈ മനുഷ്യൻ തന്നെയായി മാറും. കാരണം യോസഫിന് നാളെ നേരാവണ്ണം ഒരു തീരുമാനമെടുക്കാൻ കഴിയത്തില്ല. യോസഫിന് ഒരു കാര്യത്തിനകത്ത് നേരാവണ്ണം ചുവട് വയ്ക്കാൻ കഴിയത്തില്ല. അപ്പോഴൊക്കെയും പറയും, എടാ ഞാനല്ല നിന്നെ കാരാഗ്രഹത്തിൽ നിന്ന് പൊക്കി ഈ കസേര കൊണ്ടിരുത്തിയത്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ട് എന്നോട് കൂടെ ഒന്ന് ചെയ്യണം, നീ ആലോചിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഇവൻ വരട്ടാൻ തുടങ്ങും. പക്ഷേ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിൻ്റെ മേലൊരു വാഴ്ത്തത്വം ഉണ്ടെങ്കിൽ, നിങ്ങളോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവ പദ്ധതി ഉണ്ടെങ്കിൽ അതിനകത്ത് മറ്റാരെയും പങ്കു ചേർക്കാൻ എൻ്റെ കർത്താവിന് ഇഷ്ടമല്ല. ദൂത് പറഞ്ഞിട്ടുണ്ടോ അത് നിവർത്തീകരിക്കാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. അത് പൊട്ടക്കിണറായാലും കാരാഗ്രഹമായാലും പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്തിരിക്കും. അതിനകത്ത് ആരുടെയും ഒത്താശ എൻ്റെ ദൈവത്തിന് താല്പര്യമില്ല പ്രിയരെ. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നൊരു എന്നെ കർത്താവ് എപ്പോഴും ബലപ്പെടുത്തിയൊരു ദൂതുണ്ട്, എന്നോട് വ്യക്തിപരമായി സംസാരിച്ചൊരു ദൂതുണ്ട്. ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ കാലഘട്ടത്തിൽ ഒരു ഹാൻഡ് മൈക്ക് മേടിക്കാനായിട്ട് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടൊരു സമയമുണ്ടായിരുന്നു. ബൈബിൾ കോളേജ് പഠിച്ചിട്ടിറങ്ങിയ സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, എടാ കൊച്ചാ നിനക്ക് ഞാൻ ചെയ്യാം, നീ പരസ്യം ചെയ്ത് നടക്കല്ലേ, ഹാൻഡ് മൈക്ക് വാടകയ്ക്ക് എടുക്കുകയല്ലേ, നിനക്ക് ഞാൻ ഹാൻഡ് മൈക്ക് വാങ്ങിച്ചു തരാം. അങ്ങനെ ആ മനുഷ്യൻ്റെ അടുക്കൽ ചെന്നപ്പോഴേക്കും അദ്ദേഹം വന്ന് പറഞ്ഞ ആവേശം എങ്ങനെ കിട്ടുപോയി. എനിക്ക് ആ മനുഷ്യനെ കുറ്റം പറയാനൊന്നും തോന്നുന്നില്ല, ആവേശം കിട്ടുപോയി. ആ മനുഷ്യൻ പറഞ്ഞാൽ അത് അത്രയും 10-20,000 രൂപ മുടക്കി അതൊക്കെ മേടിച്ച് തരിക എന്ന് പറയുമ്പോൾ അത് വലിയൊരു എമൗണ്ട്, അതുകൊണ്ട് പിന്നീട് ഒരു സമയത്താട്ടെ എന്നെ തിരിച്ച് പറഞ്ഞു വിട്ടു. ഞാൻ ഏകദേശം 10-60 കിലോമീറ്റർ മഴ നനഞ്ഞ് ബൈക്കിന് ഇങ്ങനെ പോരുന്ന സമയത്ത് ആകെ ഞാൻ തകർന്നു പോയി. കാരണം ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു ഹാൻഡ് മൈക്ക്. നടന്നില്ല, ആരോടും ചോദിക്കാൻ മടി, എന്നോട് ഇങ്ങോട്ട് വന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്ത കേസാണ്. ആകെ മാനസികമായിട്ട് തകർന്നു പോയി. ഞാനിങ്ങനെ ആ മഴയത്ത് ഇങ്ങനെ നനഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ ഓടിച്ച് വരുന്ന സമയത്ത് എന്നോട് വ്യക്തിപരമായി അന്ന് ഇടപെട്ടൊരു വചനഭാഗം ഇതാ. സോദർ രാജാവിൻ്റെ അടുക്കൽ അബ്രഹാം ചെന്ന ആ ആളുകളെയൊക്കെ പിടിച്ച് യുദ്ധമൊക്കെ കഴിഞ്ഞ്
സോദോം രാജാവിൻ്റെ അടുക്ക നിൽക്കുന്ന സമയത്ത് ലോകത്തിനെ ആ പരിവാരത്തെല്ലാം പിടിച്ച കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ കിടപ്പുണ്ട്. സോദോം രാജാവ് അബ്രഹാമിനോട് പറയുന്നൊരു കാര്യമുണ്ട്. അബ്രഹാമേ, നീ വന്നതുകൊണ്ടാണ് ഈ നഷ്ടപ്പെട്ടത് മുഴുവനും തിരിച്ചു കിട്ടിയത്. അതുകൊണ്ട് എന്ത് ചെയ്തോ, നിൻ്റെ കയ്യിലുള്ള ആളുകളെ തന്നിട്ട് ഈ കിട്ടിയ സ്വത്തും പണവും മുഴുവനും നീ എടുത്ത് നീ പൊക്കോളാൻ പറയുമ്പോൾ അബ്രഹാം തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. സോദോം രാജാവേ, അങ്ങ് പറഞ്ഞതൊക്കെ നല്ല കാര്യമാണെങ്കിലും ഒരു ചെരുപ്പാകട്ടെ, ചെരുപ്പിൻ്റെ വാറാകട്ടെ, അങ്ങക്കുള്ളതിൽ യാതൊന്നും ഞാൻ എടുക്കുകയില്ല എന്ന് അബ്രഹാം നേരെ തിരിച്ചു പറഞ്ഞിട്ട് അബ്രഹാം പറയുന്നൊരു കാര്യമുണ്ട്. നാളെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ദൈവം എന്നോട് പറഞ്ഞ ദൂതും ആലോചനയും അതെൻ്റെ ജീവിതത്തിൽ നിവർത്തീകരിച്ചിരിക്കും. അപ്പോൾ നീ നാളെ എന്ത് പറയും? ഞാൻ അവന് കൊടുത്തത് കൊണ്ടാണ് അവൻ അനുഗ്രഹിക്കപ്പെട്ടത്, നാളെ ഞാൻ കൊടുത്തത് കൊണ്ട് അവൻ്റെ ജീവിതം മാറിയതെന്ന് നീ പറയാൻ സാധ്യതയുള്ളത് കൊണ്ട് നിന്റെ ഒരു ചെരുപ്പാകട്ടെ, ചെരുപ്പിൻ്റെ വാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നുമേ എനിക്ക് വേണ്ട എന്ന് അബ്രഹാം പറഞ്ഞ ആ ഒരു ദൂതൻ്റെ അകത്ത് സ്പാർക്ക് ചെയ്തപ്പോൾ ഞാൻ എത്രമാത്രം ആമേൻ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല പ്രിയരെ. പരിശുദ്ധാത്മാവിനൊരു ദൂത് പറയാം. പല വാതിലിലും ചെന്ന് മുട്ടിയപ്പോൾ പലരും നമ്മളെ ഓർക്കാമെന്ന് പറഞ്ഞവർ, പലരും നമുക്ക് വേണ്ടി കരുതാമെന്ന് പറഞ്ഞവർ, പലരും നമ്മളെ മറന്നു കളഞ്ഞപ്പോൾ ഒരുപക്ഷെ ഭാരം തോന്നിയിട്ടുണ്ടാകാം, പ്രയാസം തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറാം. നിന്നെ വിളിച്ചത് കർത്താവാകൊണ്ട്, നിന്നോട് ദൂതറിയിച്ചത് കർത്താവാകൊണ്ട്, ആരുടെയും റെക്കമെൻഡേഷൻ എൻ്റെ ദൈവത്തിന് ആവശ്യമില്ല. അല്ലെങ്കിൽ പല വാതിലുകളിൽ മുട്ടിയപ്പോൾ പലരും ആ വാതിൽ തുറന്ന് നമുക്ക് വേണ്ടി പല നന്മകളും തരാമെന്ന് പറഞ്ഞവർ മനഃപൂർവ്വം മറന്നുപോയപ്പോൾ, ചേർത്ത് നിർത്തേണ്ട പലരും നമ്മളെ ഒഴിവാക്കി കളഞ്ഞപ്പോൾ ഈ രാത്രിയിൽ ഞാൻ വിളിച്ചു പറയുന്നു, പലരും മറന്നപ്പോഴും പലരും ഒഴിവാക്കിയപ്പോഴും ഞാൻ ഈ രാത്രിയിൽ വിളിച്ചു പറയുക, ദൈവം നിന്നോട് കൈമാറിയ ദൂത് അത് സംഭവിച്ചിരിക്കും. അത് നിവർത്തീകരിക്കാൻ ശക്തിയുള്ള കരുത്തുള്ള ഒരു ദൈവത്തെയാ നാം ഈ രാത്രിയിൽ ആരാധിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, ഈ പ്രതിസന്ധി ഒരു പ്രതിസന്ധിയല്ല, ഇതിനപ്പുറം നല്ലൊരു നാടുണ്ട്, നല്ലൊരു കരയുണ്ട്. അവിടെ നമ്മളെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് എത്തിച്ചിരിക്കും. അവിടെ അബ്രഹാമിനോട് പറയുക, അബ്രഹാം പറയുക, ഞാൻ നിന്റെ ഒരു ചെരുപ്പാകട്ടെ, ചെരുപ്പിൻ്റെ വാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നും എനിക്ക് വേണ്ട. എന്താണ് എൻ്റെ അർത്ഥം? ഇത് തന്നെയാണ് യോസഫിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. ഈ മനുഷ്യൻ്റെ റെക്കമെൻഡേഷൻ കൊണ്ടാണ് യോസഫ് അവിടെ ചെല്ലുന്നതെങ്കിൽ ഈ മനുഷ്യൻ എല്ലാ കാര്യത്തിനകത്തും കൈകടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം യോസഫിന് ദർശനം കൊടുത്തെങ്കിൽ, യോസഫിന് വെളിപ്പാട് കൊടുത്തെങ്കിൽ, ദൈവാലോചന കൈമാറിയെങ്കിൽ അത് നിവർത്തീകരിക്കാനും എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. യോസഫിനെ കണ്ടോ, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതേപോലെ ഒരു സമാനമായിട്ടുള്ള ഇൻസിഡൻറ്റ് അവിടെ വന്നപ്പോൾ പാനപാത്രവാഹകൻ അപ്പഴ ഓർക്കുന്നത് ആരാ? ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ട്. അപ്പോൾ ദൈവം സമയമാകുമ്പോൾ അത് ചന്തവും ഉചിതമായി ചെയ്തോളും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? പ്രാർത്ഥിച്ചു കൊള്ളുക. പ്രാർത്ഥിച്ച് മടുത്തു പോകണ്ട. എല്ലാത്തിനും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിനകത്തും ദൈവം തക്ക സമയത്ത് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഒരു സമയം തെറ്റിപ്പോകാൻ അവൻ അനുവദിക്കത്തില്ല. 20-ാമത്തെ വയസ്സിൽ പ്രാപിക്കേണ്ട വാഗ്ദത്തം അത് 20-ാമത്തെ വയസ്സിൽ സംഭവിച്ചിരിക്കും. 30-ാമത്തെ വയസ്സിൽ പ്രാപിക്കേണ്ടതാണോ, 50-ാമത്തെ വയസ്സിൽ പ്രാപിക്കേണ്ടതാണോ, അത് തക്ക സമയത്ത് നിവർത്തീകരിക്കുന്നവനാ നമ്മുടെ കർത്താവ്. മടുത്തു പോകാതെ കരയാൻ, മടുത്തു പോകാതെ ഉപവസിക്കാൻ, മടുത്തു പോകാതെ നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ സമയം തെറ്റത്തില്ല. തക്ക സമയത്ത് ഫലം തരുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷവും പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? തക്ക സമയത്ത് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് പ്രിയരെ, യോസഫിനെ നോക്ക്, തക്ക സമയമായപ്പോൾ ദൈവം പറഞ്ഞതുപോലെ വാഗ്ദത്തം നിവർത്തീകരിച്ചു. സിംഹാസനത്തിരിക്കുന്ന യോസഫിനോട് ചോദിച്ചാൽ പറയും, ആ പൊട്ടക്കിണറ്റിൽ വീണപ്പോൾ എൻ്റെ വാഗ്ദത്തത്തിൻ്റെ ആദ്യ പടി ഞാനങ്ങ് കയറി. പൊത്തിപ്പേറിൻ്റെ അവിടുത്തെ ആ വിഷയത്തിനകത്ത് കാരാഗ്രഹത്തിൽ വന്നപ്പോൾ അടുത്ത സ്റ്റെപ്പോടെ ഞാൻ കയറി. പിന്നെ അല്പം കഴിഞ്ഞപ്പോൾ ദർശനം കണ്ടപ്പോൾ എന്ത് ചെയ്തു? അടുത്ത സ്റ്റെപ്പ് ഞാൻ കയറി. ഇവിടെ വരെ ഞാൻ വന്നെങ്കിൽ അതിനെല്ലാം കാരണക്കാരാണെന്ന് ചോദിച്ചാൽ എൻ്റെ സഹോദരന്മാർ തന്നെയാണ്. എൻ്റെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങളുടെ ചുവട് വയ്ക്കാനായിട്ട് എന്നെ ഒരുക്കിയത്, എനിക്ക് വേണ്ടി വഴി തുറന്നത് അത് മറ്റാരുമല്ല, അതെൻ്റെ സഹോദരന്മാർ തന്നെയാണ്. അതുകൊണ്ട് ആരോടെങ്കിലും പകയോടെ, വിദ്വേഷത്തോടെ ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അവർ കഷ്ടമുണ്ടാക്കിയിട്ടുണ്ടാകാം, നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടാകാം. പക്ഷേ അതിൻ്റെ നടുവിൽ ഒരു ദൈവ പദ്ധതിയുണ്ട്. അത് എത്ര പേര് ഈ രാത്രിയിൽ തിരിച്ചറിയുന്നുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ കുഞ്ഞെ ഒന്നും സംഭവിച്ചിട്ടില്ല. വേഗത്തിൽ 1-2 കാര്യം പറയാം. യോന എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം ഉപയോഗിച്ചു. ആ മനുഷ്യൻ്റെ മേൽ ദൈവം പദ്ധതി ഇട്ടു. ആ മനുഷ്യനെ കൊണ്ട് ദൈവം അവിടെ അസാധാരണമായിട്ട് ദൈവപ്രവൃത്തി അവിടെ നടത്തുകയാണ് ചെയ്തത്. താൻ അവിടെ ഒന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഇതിനൊന്നും എനിക്ക് പറ്റത്തില്ല, ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ ദൈവം എന്ത് ചെയ്തു? തന്നെ കൊണ്ട് തന്നെ അവിടെ അസാധാരണമായ ദൈവപ്രവൃത്തി ചെയ്തു. അതുകൊണ്ട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെന്നോ, കാലം എത്രയായല്ലോ, പ്രായം എത്രയായല്ലോ, ഇനി ഇത് വല്ലതും നടക്കുമോ, ആരോഗ്യമൊക്കെ ക്ഷയിച്ചല്ലോ, ശരീരത്തിൽ രോഗമൊക്കെ ഉണ്ടല്ലോ, ഇനി ഇങ്ങനൊരു യാത്ര നടക്കുമോ, തലമുറയിലൂടെ നന്മ കാണാൻ കഴിയുമോ, ഇങ്ങനൊരു വഴികൾ തുറക്കുമോ, ഇങ്ങനെ ആശങ്കയോടെ ഇരിക്കുന്നവരോട് ഈ നിമിഷം ഈ ഉപവാസ പ്രാർത്ഥന 2-ാം ദിനത്തിലും ഞാൻ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, പ്രായം ദൈവത്തിന് ഘടകമല്ല. നമ്മളായിരിക്കുന്ന സ്ഥലം അത് ദൈവത്തിന് ഒരു വിഷയമല്ല. നമ്മളിനി പൊട്ടക്കിണറ്റിലായിക്കൊള്ളട്ടെ, അഴുക്കുചാലിനകത്തായിക്കൊള്ളട്ടെ,
നമ്മൾ വിശ്വസ്തയോടുകൂടി നിൽക്കാൻ കഴിയുമെങ്കിൽ തക്ക സമയത്ത് അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവം കഴിവുള്ള ദൈവമാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് വിശ്വസിച്ചു കൊള്ളുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ മേലുള്ള ദൈവിക വാഴ്ത്തത്വം അത് സമയബന്ധിതമായി നിവർത്തീകരിക്കണമേ. എന്നോടുള്ള ദൈവിക പദ്ധതികൾ അത് സമയബന്ധിതമായി നിവർത്തീകരിക്കണമേ. എന്നോട് അറിയിച്ചിരിക്കുന്ന ദൂതും ആലോചനയും അത് സമയം തെറ്റാതെ എപ്പോഴാണോ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാ അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി അടിയനെ വീണ്ടും ചെത്തി വെടിപ്പാക്കണമെന്ന് ഈ നിമിഷം എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? അവിടെ കാണുകയാ, യോസഫ് കാരാഗൃഹത്തിൽ വീണപ്പോഴും പൊത്തിപ്പേറിൻ്റെ അവിടെ ഇതിലെല്ലാം വരുമ്പോൾ യോസഫ് മനസ്സിലാക്കുന്നത് ഞാൻ അല്പം കൂടെ ഫലം കായ്ക്കേണ്ടതിന് എന്നെ ചെത്തി വെടിപ്പാക്കുകയാണ്. ഒറ്റക്കാരോടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുശവനെ നോക്കി അറിയാം, തൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് അത് വേറെ എവിടെയോ കടന്നതാ, ആരും മൈൻഡ് ചെയ്തിരുന്നതാ. ഒത്തിരി ആളുകൾ അതിൻ്റെ മീതെ ചവിട്ടി മെതിച്ച് യാത്ര ചെയ്തതാ. ചെളിയല്ലേ എന്നൊക്കെ പറഞ്ഞ ആളുകൾ കുറ്റപ്പെടുത്തി വഴി മാറി നടന്നു പോയതാ. പക്ഷേ കുശവന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടത് ആ കളിമണ്ണ. കുശവൻ ചെന്ന് അതിനെ പരുവത്തിന് ഇടിച്ചെടുത്ത് അതിനകത്തുള്ള കല്ലും മുള്ളും വേരുമെല്ലാം എടുത്ത് മാറ്റി അതിനെ കുശവൻ അവിടെ നിന്നും വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് താൻ കൊണ്ടുവരുന്നൊരു ചരിത്രമുണ്ട്. കുശവൻ കൊണ്ടുവന്ന് അതിനെ ചക്രത്തിന്മേൽ കൊണ്ടുവരുന്നത് വരെയും ഒത്തിരി പ്രോസസ്സിലൂടെ അത് കടന്നുപോയതാണ്. അതിനെ പലപ്പോഴായിട്ട് ചവിട്ടി മെതിച്ച് പലപ്പോഴായി ഒരുപാട് ചവിട്ടേറ്റ് അപ്പോൾ മറ്റുള്ള ചെളിയെല്ലാം അവിടെ ഒരു കുഴപ്പമില്ല കിടക്കുക. പക്ഷേ ഈ ചെളിയോട് ചോദിച്ചാൽ പറയും, എന്നെ വെട്ടിയെടുത്തപ്പോൾ തൊട്ട്, ഈ കുശവൻ കണ്ടപ്പോൾ തൊട്ട്, ഈ കുശവൻ എപ്പോഴാണോ എന്നെ കണ്ടത് അപ്പോൾ മുതൽ വേദനയാണ്. ഒരു പരിധിവരെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ കയ്യിലൊക്കെ എടുത്തു, കാര്യമൊക്കെ ശരിയാ. പക്ഷേ എപ്പോഴാണോ എന്നെ കണ്ടത്, എപ്പോഴാണോ എന്നെ ഇഷ്ടപ്പെട്ടത്, ഇന്ന് വരെയും ആർക്കും ഉണ്ടായിട്ടില്ലാത്ത പോലെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്നതെന്ന് ഒരുപക്ഷെ കളിമണ്ണിനോട് ചോദിച്ചാൽ കളിമണ്ണ് പറയും. കുശവൻ ചക്രത്തിന്മേലേക്ക് ആ കളിമണ്ണിനെ കയറ്റുമ്പോൾ അതിനെ വെള്ളമൊഴിച്ച് അതിനെ തളിച്ച് അതിനെ വീണ്ടും വെട്ടി അരിഞ്ഞെടുത്ത് കുശവൻ ആ കളിമണ്ണെടുത്ത് ചക്രത്തിന്മേൽ വെക്കുമ്പോൾ ഇത് വീണ്ടും കറങ്ങുകയാണ്. ഇതൊരു പരുവത്തിന് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന മാത്രയിൽ ഇത് കയ്യിലിരുന്ന് പൊട്ടിപ്പോകാറുണ്ട്, ഉടഞ്ഞു പോകാറുണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു കുശവൻ കളിമണ്ണ് കൊണ്ട് മൺപാത്രം നിർമ്മിക്കുന്നത് ഞാൻ കണ്ടു. ഈ പൊട്ടിപ്പോകുന്ന ചെളി ആ മനുഷ്യൻ വീണ്ടും കയ്യിലേക്ക് എടുത്ത് കൂട്ടിവെച്ച് അടിച്ചിട്ട് ഇതിനെ വലിച്ചെറിഞ്ഞിട്ട് പല ആവർത്തി വലിച്ചെറിയും. കളിമണ്ണോട് ചോദിച്ചാൽ പറയും, ആ ഏറ് എന്നെ എവിടെയോ നശിപ്പിച്ച് കളയാനായിട്ട് ഞാൻ വല്ലാത്ത ഏറായിപ്പോയി, എറിഞ്ഞപ്പോൾ ഞാൻ ചെതറിപ്പോയി, എനിക്ക് ഒത്തിരി നൊന്തു, ഒത്തിരി വേദനിച്ചു. പക്ഷേ കുറേ കഴിയുമ്പോൾ കുശവൻ അല്പം കൈയൊക്കെ നനച്ച് ആ ഒരു തണുപ്പോടുകൂടി ഈ കളിമണ്ണെടുത്ത് ആ ചക്രത്തിന്മേൽ വീണ്ടും കൊണ്ടുവയ്ക്കുക. വീണ്ടും അതിനെ ഒന്നും കൂടെ പാകത്തിലാക്കി കുശവന് ബോധിച്ചതുപോലെ നല്ലൊരു പാത്രമാക്കി അതിനെ മാറ്റുക. അപ്പോഴാണ് അതിന് വിലയുള്ളത്. കളിമണ്ണിനോട് ചോദിച്ചാൽ പറയും, ഒത്തിരി ഏറ് കൊണ്ടതാ, ഒത്തിരി പഴി കേട്ടതാ, ഒത്തിരി നിന്ദിക്കപ്പെട്ടതാ, ഒത്തിരി മുറിവേറ്റതാ, ഒത്തിരി ദണ്ഡനം അനുഭവിച്ച, ഒത്തിരി പ്രയാസത്തിന് നടുവിലൂടെ പോയതാ. പക്ഷേ ഈ ചക്രത്തിന്മേൽ കയറി ആ കുശവൻ്റെ കയ്യിലേക്ക് ഞാനൊന്ന് ഇരുന്ന് കൊടുത്തപ്പോൾ, കുശവൻ ഉദ്ദേശിച്ചതുപോലെ ഞാനൊന്ന് വഴങ്ങിക്കൊടുത്തപ്പോൾ, കുശവൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താണോ അതുപോലെ ഞാനൊന്ന് നിന്നു കൊടുത്തപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും വിലയുള്ളതാക്കി എന്നെ മാറ്റിയെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നിൽ നല്ല ഫലം കായ്ക്കേണ്ടത് വേണ്ടി ആ കുശവൻ്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ ആ തോട്ടക്കാരൻ്റെ കയ്യിലേക്ക് എന്നെ ഒന്ന് വിധേയപ്പെടുത്തി, അത്രമാത്രമേ സംഭവിച്ചുള്ളൂ. അതുകൊണ്ട് പ്രിയരെ, നിന്റെ കരം അനേകർക്ക് അനുഗ്രഹമായി മാറുമെന്ന് ഈ പരിശുദ്ധാത്മാവിൽ ഈ രാത്രിയിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. ആ തോട്ടക്കാരനൊന്ന് പറയുന്നൊന്ന് അനുസരിക്കുക. തോട്ടക്കാരൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താ അതൊന്ന് അനുസരിക്കാനായിട്ട് തയ്യാറായാൽ ഈ രാത്രിയിൽ ഞാൻ വിളിച്ചു പറയുന്നു, വചനത്തിന് അതിൻ്റെ ശക്തിയുണ്ട്. നിന്നെ ചെത്തിയത് വെറുതെ നശിപ്പിക്കാനല്ല, ചെത്തിയത് ഉണക്കിക്കളയാനല്ല, ചെത്തിക്കളയുന്നത് എന്നേക്കുമായി പുറത്താക്കാനല്ല, മറിച്ച് നിന്നിൽ വലിയ ഫലം കായ്ക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി എന്നെ നാഥൻ ചെത്തിയിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയിൽ ഈ നിമിഷം ഞാൻ വിളിച്ചു പറയുന്നു, അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി കഷ്ടതയൊന്നും നിന്നെ തകർക്കാനല്ല, ഈ വേദനയൊന്നും ഇല്ലാതെയാക്കാനല്ല, ഈ പ്രതികൂലമൊന്നും നിന്നെ തകർത്ത് കളയാനല്ല, ഈ നിമിഷവും ഞാൻ വിളിച്ചു പറയുന്നു, അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി മാത്രമാണ് ചെത്തിയത്. കുശവൻ അറിയാം, ഇതിനെ ചെത്തിക്കഴിയുമ്പോൾ അതിനെ മുറിവിച്ചിരി ആഴത്തിലായി പോയിട്ടുണ്ടെങ്കിൽ കുശവൻ മാറിയിരുന്ന ഹൃദയം തകരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ഒന്ന് മനസ്സിലാക്കുക, ഒരുപക്ഷെ നീ വേദനിക്കുമ്പോൾ, നീ കരയുമ്പോൾ, നീ സങ്കടപ്പെടുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് അറിയുന്ന നല്ലൊരു കുശവൻ നമുക്ക് വേണ്ടിയുണ്ട്, നല്ലൊരു തോട്ടക്കാരൻ നമുക്ക് വേണ്ടിയുണ്ട്. ഇന്ന് ആരൊക്കെ എത്രയൊക്കെ പഴിച്ചാലും, ആരൊക്കെ നമ്മൾ എത്രയൊക്കെ ഒഴിവാക്കിയാലും, വലിയ ക്വാളിറ്റി ഇല്ലാത്തവനാ, വലിയ വിദ്യാഭ്യാസമില്ലാത്തവനാ, ജോലിയില്ല, കൂലിയില്ല, ഇവനിവിടെ നാട്ടിൽ കിടന്ന് കറങ്ങിയ, ഇവനൊക്കെ ഇനി നല്ലൊരു കാലം ഉണ്ടാകുമോ എന്നൊക്കെ ആരൊക്കെ ചോദിച്ച് എന്തൊക്കെ പഴിച്ചാലും, എന്തൊക്കെ കളിയാക്കിയാലും, പരിശുദ്ധാത്മാവിൽ ഞാൻ ഈ വചനത്തിലൂടെ വിളിച്ചു പറയുന്നു, ഉപയോഗമില്ലെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞതിനെ, ഉപയോഗമില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതിനെ, ഉപയോഗമില്ലെന്ന് പറഞ്ഞ് പുറത്താക്കിയതിനെ ആ കുശവൻ വളരെ പ്രയോജനമുള്ളതാക്കി മാറ്റി. ആ കുശവൻ്റെ കരത്തിലേക്ക് ഒന്ന് ചേർന്നിരിക്കാമെങ്കിൽ, ആ തോട്ടക്കാരൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് നിന്നു കൊടുക്കാമെങ്കിൽ, പ്രിയരെ, ആരെയും ഇന്ന് വരെയും ഉപയോഗിച്ചിട്ടില്ലാത്ത തരത്തിൽ അധികം ഫലം കായ്ക്കുന്നത്, ആരും കണ്ടിട്ടില്ലാത്ത പോലെ,
ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്തതുപോലെ, ആർക്കും നൽകാത്തതുപോലെയുള്ള വലിയ ഫലം നിങ്ങളിലുണ്ടാകും. ഒരു നിമിഷം ദൈവസനയിൽ കണ്ണുകളടയ്ക്കാം, ദൈവസനയിൽ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, നല്ല വചനത്തിനായി ദൂതുകൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും തകർന്നു, പലപ്പോഴും ഉടഞ്ഞു, ഇനി എന്തായിത്തീരുമെന്നുള്ള വലിയ ആശങ്കയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റൽ വിഷയമായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഈ വചനത്തിൻ്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കപ്പെടുമാറാകണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ സഹോദരങ്ങളുടെ തൊഴിൽ മേഖലകൾക്ക് വലിയ കഷ്ടങ്ങളും പ്രയാസങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സ്വർഗ്ഗത്തിലെ ദൈവം ഈ വിഷയങ്ങളുടെ നടുവിൽ ഈ വചനത്തിൻ്റെ ശക്തി അയച്ച് അങ്ങറിയാതൊന്നും സംഭവിക്കുന്നില്ലല്ലോ, പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് വലിയൊരു മാറ്റം അങ്ങ് കൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ പ്രയാസത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ നടുവിലൂടെയൊക്കെ കടന്നു പോകുന്ന, ജോലിയൊക്കെ നഷ്ടപ്പെട്ട സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ നടുവിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം കർത്താവേ. അങ്ങറിയാതൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവകരം വെളിപ്പെടുമാറാകണം, ദൈവ സാന്നിധ്യം വെളിപ്പെടണം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധാത്മാവിൽ ഈ മെസ്സേജിനെ തലക്കെട്ടൊന്നോടെ ഞാൻ പറയാം. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഒറ്റ കാര്യം, നിന്റെ കരം അനേകർക്ക് അനുഗ്രഹമായി മാറും. അതധികം വിദൂരമല്ല. കർത്താവ് അത് ചെയ്തു തരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.